ഈ T20 ലോകകപ്പിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ അടിച്ച ഓരോ അടിയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്ന അജിത് അഗാക്കറിന്റെ മുഖത്തുള്ള അടിയായിട്ടായിരുന്നു ഓരോ ആളുകളും വിലയിരുത്തുന്നത്. കാരണം അത്രമാത്രം സഞ്ജുവിനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരിൽ അജിത് അഗാക്കർ എന്ന ഡൽഹി ലോബിയുടെ പിണിയാൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയണം. ഋഷഭ് പന്തിന് വേണ്ടിയിട്ടും ഗില്ലിന് വേണ്ടിയിട്ടും തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല സഞ്ജുവിനെ മാത്രം ബലിമൃഗമാക്കി മാറ്റുവാൻ അജിത് അഗാക്കർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിൽ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ തീർത്തും സഞ്ജുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു അന്ന് അഗാക്കർ പറഞ്ഞത്. അഗാക്കർ പറഞ്ഞത് സഞ്ജുവിനെ ഞങ്ങൾ പ്രയോറിറ്റി ആയിട്ട് ടീമിൽ എടുത്തതല്ല, പന്തിനും ജയ്സ്വാളിനും കളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പകരക്കാരനായി മാത്രമാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. അയാൾക്ക് സ്ഥിരം കോട്ട എങ്ങനെ അനുവദിക്കണം എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിച്ച് ഒരു പകരക്കാരൻ റോളിനപ്പുറത്തേക്ക് സഞ്ജുവിന് വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ലെന്ന് പറഞ്ഞ അഗാർക്കറിന്റെ മുഖത്തിട്ടുള്ള ഓരോ അടിയും സഞ്ജുവിന്റെ ഓരോ ഷോട്ടുകളിലും നമുക്ക് കാണാമായിരുന്നു. പകരക്കാരനെന്ന് പറഞ്ഞ് പുച്ഛിച്ചവൻ പകരം വെക്കാൻ ആളില്ലാത്ത വിധം കരുത്തനായി ഉയർത്തെഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ അത് സഞ്ജു വിശ്വനാഥ് സാംസന്റെ ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ ബാക്കിങ്ങും കൂടിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. ഏതായാലും സഞ്ജു തന്റെ പേര് തങ്കലിപികളാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എഴുതിക്കപ്പെടുമ്പോൾ അതെല്ലാം അതിലെ ഓരോ വരികളും അജിത് അഗാക്കർ എന്ന താൻ പോരിമക്കാരന്റെ ചെകിട്ടത്തുള്ള അടിയായിട്ട് കൂടി ആരാധകർ വിലയിരുത്തണം.